ഞങ്ങള് ഇവിടുന്ന് രാവിലെ ഇപ്പൊ സമയം 8 മണിയായി. ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാണ്. ഇനിയിപ്പോ ഇവിടുന്ന് ഹംപി സൈഡിലോട്ട് പോണം. ഇവിടെ നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭക്ഷണം കിട്ടില്ല. അത് രാവിലെ ഇവിടെ നിക്കണവർക്ക് മാത്രമേ ഫുഡുള്ളൂ. അപ്പൊ ഞങ്ങൾ പോകുമ്പോ എന്തെങ്കിലും കഴിക്കാൻ പറ്റുമോ നോക്കണം, അല്ലെങ്കിൽ പോണം അല്ലേ. കയ്യില് ബ്രെഡും ബണ്ണും ഉണ്ട്. അത് സ്ട്രീറ്റ് ഫുഡായിട്ട് സ്ട്രീറ്റിലിരുന്ന് കഴിക്കാൻ പറ്റും. ഗ്രാമപ്രദേശങ്ങളൊക്കെ നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഈ ഗ്രാമത്തിൽ നിന്ന് ഈ പട്ടണം സൈഡിലോട്ട് വരാൻ നേരത്ത് ഇവിടെ ഫുള്ള് വൃത്തികേട്, ഭയങ്കര മണവും അങ്ങനെ കാര്യങ്ങളൊക്കെയാണ്. ഈ വഴി നടന്നു പോകാൻ നേരത്ത് ചായ കുടിക്കാനായിട്ട് വരിക. വേറെ ഒന്നും കഴിച്ചിട്ടില്ല രാവിലെ. ഇതാണ് ചായയുടെ സൈസ് ഇവിടത്തെ. കേരളം കഴിയുന്നവരെ ചായ ചെറുതായിട്ട് വരാന്നോ. വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല. ചായ കുടിച്ചത് സുനേഷ്. ഇതൊക്കെ ഇവിടെ ഉള്ളവരാണ്. ജഗദീഷ് ഇവിടെ ഉള്ളവർ കണ്ടു. ഈ അണ്ണൻ ഇവരോടൊക്കെ സംസാരിച്ച് ഈ കടയിലുള്ള പുള്ളിയാണ്. ചായ വന്ന് പുള്ളി എന്നിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ച് എങ്ങനെയാണ് പോണേ അതിനെ കുറിച്ചൊക്കെ ചോദിച്ച് യൂട്യൂബിലൊക്കെ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ അണ്ണൻ നല്ല മനുഷ്യരാണ്. ഇവരോട് സംസാരിച്ച് കഴിയാൻ നേരത്താണ് ഇവര് അറിയണത്. ഇതാണ് കട, വലിയ കടയാണ്. അതിന്റെ ഇവിടെ ഇവര് ഇതാക്കുന്ന കട. ഞങ്ങക്ക് ആ വഴി അങ്ങടേക്ക് പോണം, ഹോസ്പേട്ട് എന്നുള്ള സ്ഥലത്തോട്ട്. നടന്ന് ലിഫ്റ്റ് അടിക്കാനായിട്ട് നോക്കണം. അതന്നെയുണ്ട്. ഹോസ്പേട്ട് ആ ഇവിടെ വണ്ടികളൊന്നും നിർത്തല്ല, ഭയങ്കര ശോകം. കൊറേ നടക്കാനുണ്ട്. ഇന്നലെ ഈ വഴി ഫുള്ള് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നത്. ഈ വഴി കയ്യാണിച്ചോട്. ഈ വഴി ഫുള്ള് അങ്ങോട്ടേക്ക് ഇന്നലെ ഈ വഴി തന്നെ ഒരു 8-10 കിലോമീറ്റർ നടന്ന്. ഇനിയിപ്പോ ഈ വഴി തിരിച്ചങ്ങോട്ട് നടക്കാണ്ട് ലിഫ്റ്റ് കിട്ടുമെന്ന് പറയാൻ വേണ്ടി ഇവിടെ ആണെങ്കിൽ ഒരു സ്ലോ ആക്കുന്ന ഒരു സംഭവം ഉണ്ട്. അത് ഇവിടെ നിക്കണേ, എങ്ങാനും വണ്ടി നിർത്തിയാലോ എന്ന് വിചാരിച്ച്. ഇവിടെ ഒരു ബാരിക്കേഡ് പോലുള്ള സംഭവിക്കുന്നുണ്ട്. അപ്പൊ അത് കഴിഞ്ഞ് തന്നെ വണ്ടീനോ ലിഫ്റ്റ് അടിക്കാന്ന് പറഞ്ഞാണ് ഇവിടെ നിക്കണേ. പക്ഷെ ഇവര് നിർത്തണ കാര്യങ്ങളൊന്നും ഇല്ല. ಸ್ವಲ್ಪ ಅಲ್ಲಿ ತನಕ ಅಡ್ಜಸ್ಟ್ ಮಾಡ್ಕೊಳ್ರಿ. ಅಲ್ಲಿ ಕಡೆ അങ്ങനൊരു അവസാനം ഒരു വണ്ടി കിട്ടി. ദോസ്തില് അപ്പൊ ആള് നേരെ ഹോസ്പിറ്റലിലേക്കാണെന്നാ പറയുന്നത്. ഞങ്ങൾക്ക് തന്നു, കൊറേ പേരെടുത്ത് കാണിച്ചിട്ട് അവസാനം ആള് തന്നത്. അപ്പൊ അണ്ണനും ഭയങ്കര സന്തോഷം, ഞങ്ങൾക്കും ഭയങ്കര സന്തോഷം. അതെ, ഇതെല്ലാം നടന്ന സ്ഥലം ഈ കാണുന്നത്. എന്നാലും ഇല്ലക്കടെ മുഴുവൻ നടന്നാ വന്നേ. ഇത് അപ്പറ ഒരു ചെറയാ, അവിടെ നിന്ന് മറ്റേ വാരി ഇരുന്ന് മറ്റേ കൊളവാഴ പോലത്തെ സാധനം ചെറ ഫുള്ള് ക്ലീനാക്കുന്നതാണ്. ഇവിടേക്ക് ഇങ്ങോട്ട് നടന്നു തന്നെയാ. ഇവിടെ നല്ല കാറ്റ് കിട്ടണ സ്ഥലമായതുകൊണ്ട് ഫുള്ള് കാറ്റാടി യന്ത്രങ്ങളും കാര്യങ്ങളാണ് ഇവിടെ ചുറ്റും. അതുപോലെ തന്നെ നല്ല കാറ്റായി. ഇന്നലെ നടന്നു വന്നപ്പോ തന്നെ ഇവിടെ നിന്ന് നടക്കാൻ പറ്റണ്ടായിരുന്നില്ല. ഈ വണ്ടി പോകുമ്പോ തന്നെ മുഖത്തോട്ട് കാറ്റടിച്ചിട്ട് വേദന എടുക്കുന്നുണ്ട്, അത്രയ്ക്ക് കാറ്റ് അവിടെ. ഭയം ഞങ്ങളിവിടെ ഇറങ്ങിയോടത്ത് അടുത്ത് തന്നെ ഒരു കടയുണ്ട്. അവിടെ നിന്ന് കഴിക്കാൻ കയറി. ചപ്പാത്തിയും പിന്നെ വൻപയറിന്റെ കറിയും പിന്നെ അച്ചാറും പിന്നെ ഒരു മുളകുമാണ് ഇവിടെ കഴിക്കാൻ കിട്ടിയായിരുന്നത്. ഇതാണ് ഇവിടെ ഞങ്ങൾ നോക്കിയിട്ട് കഴിക്കാൻ പറ്റണമെന്ന് തോന്നിയത്. പിന്നെ ഒരു സവാളയും കൂടി ഉണ്ട് അതിൻ്റെ ഒപ്പം. ഹോസ്പേട്ട എന്ന് പറയുന്ന സ്ഥലത്ത് അപ്പൊ അവിടെ ഞങ്ങൾ വന്നിറങ്ങിയപ്പോ തന്നെ ഫുഡ് സൈഡിലായിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ അത് കഴിച്ചു. രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായില്ല. രാവിലത്തെ ഉച്ചക്കത്തെ ഒരുമിച്ചൊക്കെ കഴിച്ചു. ഒരു അത്യാവശ്യം നല്ല ഫുഡായിരുന്നു കേട്ടാ. വിലയും അധികം ഉണ്ടായില്ല. ചപ്പാത്തിയും ചോറും നല്ല ഫുഡായിരുന്നു. എന്താ പറയാ, മനസ്സും നിറഞ്ഞു വയറും നിറഞ്ഞു.
പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങി ഇനിയിപ്പോ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് കുറച്ച് പോണം. ഒരു 20 കിലോമീറ്റർ കൂടി ഉണ്ട് ഹംപിയിലേക്ക്. ഹംപിയിലേക്ക് 20 കിലോമീറ്റർ ഉണ്ട്. അപ്പൊ ഇനി അങ്ങോട്ടേക്ക് പോണം, നടക്കണം. ഇവിടെയുള്ള ആൾക്കാരൊക്കെ എങ്ങനെയാണോ എന്താണോ അറിയില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോണ് സൂക്ഷിക്കുന്നു പറഞ്ഞു. ഞങ്ങൾ വഴി ഇരുന്ന് ഫോൺ യൂസ് ചെയ്തോണ്ടിരുന്നപ്പോ, അതുകൊണ്ട് മാക്സിമം സൈഡിലോട്ട് കയറി എന്നാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. പിന്നെ എവിടെയെങ്കിലും നിന്ന് കഴിഞ്ഞാൽ അപ്പൊ ഓട്ടോക്കാർ വരും. ഓട്ടോക്കാർ വന്ന് അപ്പൊ വിളിക്കല പരിപാടി. ഇപ്പം തന്നെ നിൽക്കാൻ നേരത്തെ ഒരു ഓട്ടോപ്പുള്ളി വന്നിട്ടുണ്ട്. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം, അവരിങ്ങനെ ശല്യം ചെയ്യാം. കർണാടക കയറിയ പിന്നെ കാണുന്നതാ വഴിക്കൂടെ മുഴുവൻ പശുവും മൂരിയും പോത്തുകളെ കാണുന്നില്ല. മൂരിയും പശുവൊക്കെയാണ് കൂടുതൽ. പക്ഷെ അതുകളൊന്നും ചെയ്യൂല, അതുകളിങ്ങനെ നടന്നു. ഞങ്ങൾ അതിൻ്റെ സൈഡിൽ ഇങ്ങനെ നടന്നു. ഇതിപ്പോൾ ഹൊസ്പേട്ട് എന്നുള്ള ഒരു സ്ഥലത്തിൻ്റെ വലിയ സിറ്റി ഒന്നുമല്ല, എന്നാലും ഒരു ഗ്രാമപ്രദേശം പോലെയുള്ള സ്ഥലത്തിൻ്റെ നടന്നില്ല. ചെറിയ മാർക്കറ്റൊക്കെ പോലെ ഇവിടെ കുറേ സാധനങ്ങൾ വഴി സൈഡിലൊക്കെ കുറേ സംഭവങ്ങൾ. ഇത് വലിയ കപ്പലണ്ടി, പച്ചക്കറികൾ, ചോളം, ഫ്രൂട്ട്സ്, അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ചെറിയ മാർക്കറ്റ് പോലെ എന്തോ ആണിത്, എന്താണെന്ന് കറക്റ്റ് അറിയില്ല. എല്ലാ സംഭവം കിട്ടും ഈ റോഡ് സൈഡിലായിട്ട്. ഇങ്ങനെ ഡ്രസ്സ്, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഒരു ചെറിയ ബ്രോഡ് വേ ഒക്കെ പോലെ ഏതാണ്ട്. പിന്നെ ഇവിടെ കാണുന്നതാണ് ഈ മുളയുടെ ആണോ ഇല്ലിയുടെ ആണോ എന്നറിയില്ല, കൂലുകൾ ഇങ്ങനെ വെട്ടി വിൽക്കാൻ വെച്ചിട്ടുണ്ട് സൈഡിൽ കൂടെ മുഴുവൻ. അതെന്തിനാണെന്നറിയില്ല കാര്യം. പിന്നെ ഇതുപോലെ തന്നെ ഈ കല്ലിൽ കൊത്തി ഉണ്ടാക്കിയ സാധനങ്ങൾ, പിന്നെ മുള കൊണ്ട് ഉണ്ടാക്കിയ കൊട്ട, അങ്ങനെയുള്ള സംഭവങ്ങൾ ഈ ഇല്ലകൾ ഇങ്ങനെയൊക്കെ മറിച്ച് വിൽക്കാൻ വെച്ചാണ് കാണാം. ഒതുങ്ങിയിട്ടുണ്ടല്ലോ. മഹാനായ വ്യക്തികളിലൊരാൾ. പോർക്ക് കറിയാൻ വെക്കൂട്ട എല്ലാത്തിനും പിടിച്ച്. ആ എത്ര ദിവസത്തേക്കുള്ള പോർക്കും കൂർക്കിയാ പോയേ അല്ലേ? ഞങ്ങളിപ്പോ അവിടെ നിന്ന് നടന്ന് ഫുഡ് കഴിച്ചോടത്തുനിന്ന് വന്ന് ഇത്ര ഒരു 3-4 കിലോമീറ്റർ നടന്നു. ഇനി ഇപ്പോഴാണ് മെയിൻ റോഡ് തെന്നച്ച് അങ്ങടേക്കുള്ള ഹംപി വശത്തോട്ടുള്ള. ഇനി അവിടേക്ക് ലിഫ്റ്റ് കിട്ടുമെന്ന് നോക്കണം. ഇവിടെ അടുത്ത് തന്നെ NH പോയിട്ട് ലിഫ്റ്റ് കിട്ടുമെന്ന് നോക്കണം. എന്നിട്ട് ഹംപിയിലേക്ക് വേണം. ഫസ്റ്റ് എന്തോ കാസ്റ്റിൽ ഇവിടെ ഞങ്ങൾ പോണ ലൊക്കേഷനിൽ അവിടെ ഹംപിയിൽ ഫസ്റ്റ് കാണാനായിട്ടുള്ള ഏതൊരു കാസ്റ്റിലും കണ്ട റോയൽ പാലസ് എന്ന് പറയണ അവിടെ പോയി നോക്കണം. ഇനി അവിടേക്ക് എത്തണം. ഇവിടെ വന്നപ്പോ ഒരു സാധനം കണ്ട്, ഞാൻ നാട്ടിൽ കണ്ടിട്ടില്ല കേട്ടാ. അല്ല ഇത് മറ്റേ ലുലുമാളിലൊക്കെ ഇരിക്കേണ്ടത് തോന്നണേ. കാണാൻ ചെറിയ ഞാവൽപ്പഴം പോലെ ഉണ്ട്. എന്താന്ന് എടുത്തൊന്നുമില്ല, ഉണ്ടായിട്ട് കിടക്കണം. നിറച്ചിവിടെ ചാഴ് കിടക്കണ്ട്. അപ്പൊ വേണ്ടേ തിന്നോക്കിയടാ പോടാ പറ്റി. ഓരെണ്ണം തരാൻ ടേസ്റ്റ് നല്ല ടേസ്റ്റ്. സംഭവം അടിപൊളിയാട്ടോ അല്ലടാ? നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മളെ നാട്ടിൽ കിട്ടണ പോലെ അല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞങ്ങള് ഇവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ഞാവൽപ്പഴം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വാങ്ങാന്ന് വിചാരിച്ച് കുറച്ച് വാങ്ങിച്ചു. 50 രൂപയ്ക്ക് വാങ്ങിച്ചു. 200 എത്രടാ കിലോയ്ക്ക്? എത്രടാ? 300. കിലോയ്ക്ക് 300 രൂപ. കുറച്ച് തന്നാ മതിയെന്ന് പറഞ്ഞു. 50 രൂപയ്ക്ക് തന്ന്. എവിടെയും പോയിരുന്നിട്ട് കഴിക്കണം. 1 മണിക്ക് തുടങ്ങി നടത്താം. 1 മണി 1:15 ആയപ്പോ 4 മണി 3 മണിക്കൂർ നടന്നേ. പിന്നെ ഇപ്പോഴാണ് ലിഫ്റ്റ് കിട്ടണേ. കുറേ വണ്ടിക്ക് കൈ കാണിച്ചിട്ട് കിട്ടിയില്ല. 20 കിലോമീറ്റർ നടക്കാണ്ടാന്ന്. ഒരു 14 കിലോമീറ്റർ 6 കിലോമീറ്റർ 7 കിലോമീറ്ററോളം നടന്നിട്ടുണ്ട്. അവസാനം ഒരു പയ്യൻ നിർത്തിയിട്ടുണ്ട്. പ്രവീൺ. ഈ പയ്യ ആക്കാന്ന് പറഞ്ഞു ഞങ്ങളെ.
ഞങ്ങളിങ്ങനെ നടന്നു പോകത്ത് കൈ നേരെ കാണിച്ചില്ല, ആള് മനസ്സാക്കിയോണ്ട് ചോദിച്ചാ. ഞങ്ങളെ കണ്ടപ്പോ നോക്കി. അപ്പൊ ഞങ്ങളിങ്ങനെ ചുമ്മാ ചോദിച്ചു നോക്കിയപ്പോഴത്തേക്കും വന്ന് കേറിക്കോ. അതും ആ ബ്ലോക്കിന്റെ ഇടയിൽ പുള്ളി ഞങ്ങൾക്ക് വണ്ടി നിർത്തി തന്നെ. പിന്നെ പെടച്ചു കുത്തി എങ്ങനെയൊക്കെയോ കേറി. പുറകിന്ന് ഹോണടിയോട് ഹോണടി. അറിയാത്ത ഭാഷയായോണ്ട് അവന്മാര് ആർക്കൊക്കെയാ വിളിച്ചത് ഞങ്ങൾക്ക് ഒരേ ഐഡിയില്ല. അതെ, കുഴപ്പമില്ല. എന്തായാലും ഇനി കമലാപൂര് പോണം. കമ്പലി എന്ന് പറഞ്ഞ സ്ഥലത്താണ് പുള്ളിയുടെ വീട്. പുള്ളിക്ക് കന്നഡ മാത്രം അറിയുള്ളൂ, ഞങ്ങക്ക് കന്നഡ അറിയില്ല. ഒരു അഡ്ജസ്റ്റ്മെന്റ്, ഇംഗ്ലീഷ് അറിയില്ല, ഒരു അഡ്ജസ്റ്റ്മെന്റിലേക്കാണ് പോണേ. ഞങ്ങളിവിടെ വന്ന വഴിക്ക് കമലാപൂർ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. അപ്പൊ ഞങ്ങൾക്ക് പോകേണ്ട വഴി തന്നെയാണ് പുള്ളി പോണേ. ആ പുള്ളി ഇപ്പൊ എന്തൊരു സാധനം വാങ്ങിച്ചിട്ടുണ്ട്, അത് കൊടുക്കാനായിട്ട് അങ്ങോട്ട് പോയേക്കുക കടയില്. പുള്ളി ഇപ്പൊ ഒരു 2 മിനിറ്റ് വന്നിട്ടുണ്ട്, അത് വന്നിട്ട് പോവാന്ന് പറഞ്ഞു. ഇപ്പൊ അങ്ങടേക്ക് പോണം. ഇപ്പൊ സമയം 4:34, 6 മണിക്ക് അത് അടയ്ക്കുന്നു. അപ്പൊ അതിന് മുമ്പ് കേറണം ഫസ്റ്റ്. എവിടെയൊന്ന് ക്യൂൻസ് ഭാഗത്താ, അങ്ങനെ ഒരു സ്ഥലമുണ്ട്, അവിടെ പോണം. ഈ ഹംപിയിലേക്കുള്ള യാത്രയിലുണ്ടല്ലോ നമുക്ക് ഒരുപാട് മോണുമെന്റൽ സൈറ്റ്സും ആർക്കിയോളജിക്കൽ സൈറ്റ്സും കാണാൻ പറ്റും. പക്ഷെ ഈ പറയുന്ന സംഭവങ്ങള് ഈ ഹംപി പോലീസ് സ്റ്റേഷന്റെ അപ്പുറേക്കുള്ള ഞങ്ങൾ വരാൻ നേരത്ത് കണ്ട സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, കാട് പിടിച്ച് നശിച്ചടക്കണിയാ. പിന്നെ ആൾക്കാർ ചുമ്മാ ബസ് സ്റ്റോപ്പ് പോലെ യൂസ് ചെയ്യുന്ന അങ്ങനെയൊക്കെ ഉള്ള ആർക്കിയോളജിക്കലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സംരക്ഷിക്കേണ്ട രീതിയിലുള്ള സാധനങ്ങൾ തന്നെയായിരുന്നു അത്. പക്ഷെ അതൊക്കെ വെറുതെ അടക്കുക. ഇവിടെ കുറെ സംഭവങ്ങളുണ്ട്, എന്താ പോയി നോക്കണം. വരുന്ന വഴിക്ക് തന്നെ കാണാതെ അവിടെ എന്തോ ബിൽഡിങ് സെറ്റപ്പാണ്, അങ്ങോട്ടേക്ക് കയറി നോക്കണം. ടെന്റ് അടിക്കാൻ സ്ഥലം കിട്ടാറുന്നെങ്കിൽ സ്വർഗായിരുന്നു. ഇവിടെയൊക്കെ ക്യാമ്പ് ചെയ്യാൻ കിട്ടിയിരുന്നെങ്കിൽ സ്വർഗമായിരുന്നു. ഒരു അമ്പലത്തിന്റെ ഇവിടെയാണ്. അമ്പലം നിലവില് ക്ലോസിംഗ് ടൈം ആയതുകൊണ്ട് ഇവര് അടയ്ക്കാണ്. അപ്പൊ ഞങ്ങൾ കയറി വന്നപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല, നിങ്ങൾ കണ്ടിട്ട് വന്നോളാം. ഇങ്ങനെ ഒരു സ്ഥലത്ത് ടെന്റ് അടിക്കാൻ പറ്റുക, നല്ല പച്ചപ്പും പുല്ല്, ഫുള്ള് ചുറ്റും മതിലും കാര്യങ്ങളൊക്കെയാ. ഇവിടെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു, അത് പൊളിഞ്ഞു പോയിക്കാണ് ഈ സ്ഥലമൊക്കെ. എന്തിനു നടന്നു? പുളിസിയും കാണാൻ വേണ്ടിയുള്ള സ്ഥലമാണെന്ന് തോന്നുന്നത്. ഇവിടെ ഇരുന്ന് അങ്ങോട്ടേക്ക് തലയിട്ട് പുളിസിയും കാണാം. ഇവിടെ ഇരുന്ന് കുളിക്കുന്ന സ്ഥലം, നീന്തി കുളിക്കുന്ന സ്ഥലം. ഇവിടെ ഇഷ്ടംപോലെ എന്ന് വെച്ചാൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഫുള്ള് പച്ചപ്പാ, കാട് പിടിച്ചിടക്കണ സ്ഥലമാണ്. ഞങ്ങളിവിടെ എവിടെയെങ്കിലും ഒന്ന് ടെന്റ് അടിച്ചോട്ടെ എന്ന് വെച്ച് കഴിയാൻ നേരത്ത് സമ്മതിക്കൂല. ആദ്യം തന്നെ ഞങ്ങള് ഇങ്ങനെ ക്യാമ്പ് ചെയ്യാനായിട്ട് പറ്റുമോ എന്ന് ചോദിച്ചപ്പോ റൂം, ഇവിടെ ഉള്ള എല്ലാവരും, അതായത് റൂം എടുക്കാം ആ ഒരു തോട്ട് മാത്രമേ ഉള്ളൂ. ഇവിടെ ഉള്ള എല്ലാവർക്കും അതിന്റെ കമ്മീഷൻ കിട്ടേണ്ടെന്ന് തോന്നണം. കാരണം കാണുന്ന എല്ലാവരും വന്നിട്ട് റൂം വേണോ അവരൊറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ. എന്തോരം സ്ഥലമാണെന്നറിയോ, ഇത് ഇവിടെ ആടൊക്കെ നടക്കുന്നുണ്ട്. ഇത് ഫുള്ള് സൈറ്റാണ്, ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഫുള്ള് സൈറ്റാ. ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് അത്രയും കഷ്ടപ്പെട്ട് കൊണ്ടു നടക്കുന്ന സൈറ്റുകൾ. ഇവിടെ എങ്ങനെ പോയാലും ഒരു ദിവസം രാവിലെ വന്നാൽ മാത്രമേ നമുക്ക് ഇതൊക്കെ ഫുള്ളായിട്ട് കാണാൻ പറ്റൂ. ഓരോ മൂലയ്ക്കും ഓരോരോ കലാസൃഷ്ടികളാണ്, പലതും നശിച്ചുകൊണ്ടിരിക്കുക. എങ്ങനെ നോക്കിയാലും ഓരോ മൂലയ്ക്കും ഉണ്ട്. കാട് പിടിച്ച് കിടക്കുകയാണെങ്കിൽ നമ്മൾ തന്നെ തേടി കണ്ടുപിടിച്ച് കാണാനായിട്ട് ഒരുപാട് സ്ഥലങ്ങൾ. ഇതൊക്കെ വെറുതെ കാട് പിടിച്ച് കിടക്കുക. അതിൻ്റെ സൈഡിൽ കൂടിയൊക്കെ ആയിട്ട് വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടോ, ഇവിടെ ഇഷ്ടംപോലെ സ്ഥലം ചുമ്മാ കിടക്കുന്നുണ്ട്. അതിൻ്റെ ആൾക്കാർ ഇവിടെ കിടക്കുന്നുമുണ്ട്. ഞങ്ങൾ ഇവിടെ നിന്ന് ടെന്റ് അടിച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവരെന്ത് ചെയ്താൽ സമ്മതിക്കൂല. പോകുന്ന വഴിയൊക്കെ അടിപൊളിയാണ്. നിങ്ങൾ ഹംപി വരുന്നുണ്ടെങ്കിൽ ഈ സ്ഥലങ്ങൾ ഫുള്ളായിട്ട് വിസിറ്റ് ചെയ്യാൻ നോക്കുക. എങ്ങനെ പോയാലും അത്യാവശ്യം നല്ല ടൈം എടുക്കും, പക്ഷേ ഈ സ്ഥലങ്ങളൊക്കെ കാണാതെ പോയത്. ഇനി കുറച്ചാൾ കഴിഞ്ഞ് ഇതൊന്നും ഉണ്ടാവില്ല. കാരണം കുറേ സ്ഥലങ്ങളൊക്കെ പൊളിഞ്ഞടക്കുന്നുണ്ട്. കുറേ സ്ഥലങ്ങളിൽ വീഡിയോ ഫുള്ളായിട്ട് അവർ നിരോധിച്ചേക്കാണ്. ആ ഭാഗത്തായിട്ടാണോ അതൊക്കെ പൊളിഞ്ഞടക്കുക. അവിടെ നിന്ന് വീഡിയോ നേരെ എടുക്കാൻ പറ്റില്ല, അതൊക്കെ പൊളിഞ്ഞടക്കുക. മാക്സിമം കാണാനുള്ള ആൾക്കാരൊക്കെ ഇപ്പോഴേ വന്ന് കണ്ട് ഇതൊക്കെ കാണുക. നമ്മുടെ സ്വന്തം ഇന്ത്യയിലുള്ള സ്ഥലങ്ങളാണ്. ഇനി കുറച്ചാൾ കഴിഞ്ഞാൽ ഇതൊന്നും ഉണ്ടാവൂല എന്നുള്ള തന്നെയാണ് കാര്യം. പോകുന്ന വഴിയൊക്കെ അടിപൊളിയാ. ബൈക്കിൽ പറഞ്ഞവർക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും.
ഏതോ കൊട്ടാരത്തിൻ്റെ ഏതോ വലിയൊരു വാതിലാണിത്. എന്താന്ന് കറക്റ്റ് അറിയില്ല, കണ്ടിട്ട് അങ്ങനെ തോന്നണേ. എഴുതി വെച്ച ഡോറാന്നും പറഞ്ഞ്, സ്റ്റോൺ ഡോറ്. മഹാനവമി ദിബ്ബ ഇതിൻ്റെ ഒരു ചെറിയ ഇതാ ഇവിടെ കൊടുത്തേക്കുന്ന ഐഡിയ. ഈ കാണുന്നത് ഫുള്ളും ഈ സൈറ്റിൻ്റെ തന്നെയാണ്. പിന്നെ ഇത്രയും ക്ലിയർ ആയിട്ട് പുറത്തെടുത്ത് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിക്കണം. എന്നിട്ടും ആൾക്കാർ വന്ന് പേരെഴുതി പോകുന്ന കുറേ നല്ല ആൾക്കാരും ഉണ്ട്. അങ്ങനെയുള്ളവരോട് നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഒരു ടൈമില് ഇത്രയും ഭംഗിയായിട്ട് അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആലോചിക്കും. നമുക്കിപ്പോൾ ഇതെങ്ങനെ ചെയ്യണമെങ്കിൽ പലരും മെഷീൻസ് യൂസ് ചെയ്യും. എന്നാൽ അന്നത്തെ ആ ഒരു കാലഘട്ടത്തിൽ ഒരു മെഷീനും ഇല്ലാതെയാണ് ഇത്രയധികം അവർ ചെയ്തേക്കുന്നത്. ഇവിടെ ഒരു ടെൻ്റ് അടിക്കാൻ കിട്ടുകയാണെങ്കിൽ എൻ്റെ മോനെ. ഹംപി അവിടുന്ന് മഴ പെയ്തു. എനിക്ക് കണ്ടാൽ മനസ്സിലാവും. ഇവിടെ നല്ല കാറ്റും ഉണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ മഴ ഇങ്ങോട്ട് വന്നേക്കുമ്പോൾ എവിടെയെങ്കിലും പോകണം. നല്ല മഴയുണ്ടാവും. അതിന് പെയ്തു തന്നെ നമുക്ക് ഇവിടെ നിന്ന് കാണാം കറക്റ്റായിട്ട്. ഇവിടെ ഓരോ സൈറ്റുകളും കാര്യങ്ങളും ഉണ്ട്. പണ്ടത്തെ തുരങ്കമാർഗം പോലെ എന്തോ ആണ് ഇത്. ഇവിടെ ഓരോ സ്ഥലങ്ങളിലും ഓരോ എഴുത്തുകളുണ്ട്. ഇതാ ഇവിടെ ഞാനിപ്പോൾ ഒരു സ്ഥലം കണ്ടായിരുന്നു. അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി രണ്ടാമത് ഞാൻ ഇതിനുള്ളിൽ വന്നേക്കുന്നയാ. ഇത് അതിനോട് തന്നെ ചേർന്നൊരു സ്ഥലമാണിത്. ഇത് നല്ല രസമുണ്ട്. ഇവിടെ ഭിത്തിയിലും കാര്യങ്ങളൊക്കെ ഒത്തുപണികളൊക്കെ ചെയ്ത് വെച്ചേക്കണ കാണാനായിട്ട്. ഇത് നല്ല പാടുപെട്ടിട്ട് പണ്ടത്തെ കലാകാരന്മാർ ചെയ്ത് വെച്ചേക്കണയാണ്. എന്തായാലും എന്തോ കഥകളും കാര്യങ്ങളൊക്കെയാണ് ഓരോ പടങ്ങളും സൂചിപ്പിക്കുന്നത്. എന്താ ഞങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയില്ല. എന്തായാലും നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട്. ഇത് അന്നത്തെ ആൾക്കാർ ഇങ്ങനെ കൊത്തി ഉണ്ടാക്കണമെങ്കിൽ എത്ര നാളെടുത്തിട്ടുണ്ടാവും എന്നാണ് ഇത് ആലോചിക്കണത്. 100 വർഷത്തിന് മേളിൽ എന്തൊക്കെ എടുത്തിട്ടുണ്ട് ഇത് പണിയാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. ഇതാണ് ഇതിന്റെ ഉൾവശം. കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. നല്ല രസമുണ്ട്. കാര്യങ്ങളൊക്കെ നല്ല ക്ലീൻ ആയിട്ടാണ് ഇപ്പോഴും ഒരു കൊണ്ടടക്കണേ. അത് നല്ലൊരു രസമുള്ള കാര്യമാണ്. ഒരു പ്രത്യേകിച്ച് വേസ്റ്റോ അങ്ങനെ ഒരു കരിയിലോ അങ്ങനെ ഒന്നുമില്ല. നല്ല ക്ലീൻ ആണ് എപ്പോഴും. ഇവിടെ ടെൻ്റ് അടിച്ച കുഴപ്പമുണ്ടോന്ന്. ഇപ്പോഴും വെള്ളം കിട്ടാൻ കടയിൽ നിന്ന് വാങ്ങിച്ച ഞാവൽപ്പഴം തിന്നുണ്ട്. ഞങ്ങളിങ്ങനെ ഇവിടെ ഒരു സ്ഥലത്ത് വന്നിട്ട് മഴ വന്നപ്പോൾ കയറി നിന്ന ഒരു മരത്തിൻ്റെ വീട്ടിൽ. ഇവിടെ ഞങ്ങൾ അവിടെ റോട്ടിലോട്ട് പോകണ വഴിയാണ്. വേറൊരു അമ്പലം ഉണ്ട് അപ്പുറം. 3 കിലോമീറ്റർ പോകണം. അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. ഇടയ്ക്ക് പോകണേ. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഒരു മോണുമെന്റ് കാര്യങ്ങളുണ്ട്. ഞങ്ങൾ പക്ഷേ ഇതിൻ്റെ ചോട്ടിലൂടെ ഒരു മരത്തിൻ്റെ ഉള്ളിൽ വന്ന് ഇവിടെ ടെൻ്റ് അടിക്കാൻ പറ്റുകയാണെങ്കിൽ നല്ല രസമാണ്. ഞങ്ങൾ ഇതൊക്കെ തിന്ന് ഞാവൽപ്പഴം അവിടെ നിന്ന് വാങ്ങിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. അത് വാങ്ങിച്ച് മഴ കുറഞ്ഞു. ഇനിയിപ്പോൾ അങ്ങടേക്ക് നടക്കണം. പറ്റുകയാണെങ്കിൽ ഇവിടെ വന്നല്ലേ. 50 കൊല്ലം കഴിയുമ്പോൾ ഞങ്ങൾ ഇവിടെ തുപ്പിയിട്ട് ഞാവലിന്റെ കുരു മുളച്ചുണ്ടാവും. ഞാവലിന്റെ കുരുവൊക്കെ അല്ല, ഇനി തിരിച്ചിങ്ങോട്ട് വന്നാലാ നോക്കാല്ലേ എങ്ങനെയാന്ന്. ഇവിടുന്ന് പോട്ടെ, വാ പോവാം. ഹംപിയിലത്തെ വീഡിയോ ഒരിക്കലും എടുത്ത് തീരൂല. നിങ്ങൾ തന്നെ വന്ന് നിങ്ങൾ എന്നെ കാണേണ്ട സ്ഥലങ്ങളാ. കാരണം ഈ പോകുന്ന വഴികളിൽ ഉൾപ്പെടെ പല സൈറ്റുകളാ. എങ്ങനെ പോയാലും 68 സൈറ്റ് ഒരിക്കലും ഒരാൾക്കും തയ്ക്കാൻ പറ്റൂല. 68 അല്ല, അതിൽ കൂടുതൽ സൈറ്റുകളുണ്ട് ഇവിടെ. ഇപ്പം ഞങ്ങൾ വരുന്ന വഴിയിൽ തന്നെ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ പുതിയ സൈറ്റിന്റെ എക്സ്കവേഷൻ നടന്നുകൊണ്ടിരിക്കുക. ഈ കാണുന്നത് തൊട്ട് പലതും എക്സ്കവേഷൻ്റെ അണ്ടറിൽ വരുന്ന സ്ഥലങ്ങളാണ്. ഇപ്പോഴും ഇവിടെ എക്സ്കവേഷൻ ഉണ്ടെന്ന് പറയുന്നു.
ഒരു മഴ കഴിഞ്ഞതിന് ശേഷം നല്ല രസമായിട്ടുണ്ട് റോഡൊക്കെ കാണാൻ. ഇതാണ് വീരഭക്ഷ ടെമ്പിള്. ഇതിന്റെ ഉള്ളില് താമസിക്കാന്ന് പറഞ്ഞു. ഇവിടെ കല്യാണ മണ്ഡപം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അതിന്റെ ഉള്ളില് നമുക്ക് താമസിക്കണേന് കുഴപ്പമില്ലാന്ന് പറഞ്ഞത്. ഞങ്ങൾ ഇന്ന് ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. ഇവിടെ ഫ്രീ ആണ്, ആർക്കും വേണേലും വന്നാൽ താമസിക്കാൻ പറ്റും. ഇവിടെ വേറെ കുറെ ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ സൈഡിലൊക്കെ കിടക്കണത്. കുഴപ്പമൊന്നുമില്ലാന്ന് പറഞ്ഞു ഇവിടെ കിടക്കാനായിട്ട്. ഇന്ന് ഇവിടെയാണ് സ്റ്റേ. ടെന്റ് അടിക്കാൻ പറ്റുമെങ്കിൽ ഞങ്ങൾ ടെന്റ് അടിക്കും. നോക്കണം എങ്ങനെയാന്ന് വെച്ചാ എടുക്കാം. ഞങ്ങൾ ഇവിടെ ടെന്റ് അടിക്കാനാണ് ഉദ്ദേശിച്ച. മണ്ഡപത്തിന്റെ ഉള്ളിലായിട്ടാണ് സ്ഥലം. ഇവിടെ കുറെ തൂണില് കുറെ കൊത്തുപണികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട്. ഇതിന്റെ ഉള്ളിലോട്ട് ഇവിടെ അപ്പുറത്തോട്ട് വെളിച്ചില്ല. അമ്പലത്തിന്റെ മണ്ഡപം എന്ന് പോലെ ഇരിക്കുന്ന സ്ഥലമാണ്. പക്ഷെ അതിന്റെ ഉള്ളില് ഞങ്ങളാണ് ടെന്റ് അടിച്ചേക്കുക. അതിന്റെ ഉള്ളില് ഇന്ന് ഇവിടെ സ്റ്റേ. നാളെ രാവിലെ പോവാം കഴിക്കാനായിട്ട്. ഇവിടെ ആണെങ്കിൽ മറ്റേ കടകളും കാര്യങ്ങളൊന്നും ഇല്ല. ബ്രെഡ് ഉണ്ടാകും, ജാം വാങ്ങാൻ പോയിട്ട് കടകളും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഹോട്ടലാണ് അവിടെ. ഹോട്ടലിലാണെങ്കിൽ ഭയങ്കര റേറ്റും ഫുഡിനൊക്കെ. ഞങ്ങളുടെ കയ്യിൽ ബ്രെഡ് ഉണ്ടായിരുന്നു, പിന്നെ ബണ്ണ് മൊത്ത സാധനം, പിന്നെ വാങ്ങിച്ച ഞാവൽ അത് കുറച്ചുണ്ട്. ഈ ഞാവലും കൂടി കഴിക്കുക. ഇതൊക്കെയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. വേറൊന്നുമില്ല. ഇനി നാളെ ഇതാണ് ഇന്നത്തെ രാത്രിയിലത്തെ ഭക്ഷണം. ഇതൊക്കെ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ഹെവി ഡിന്നറായിരുന്നു. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യല്ലേ. അതെ, ഫുള്ള് കൊതുകായതുകൊണ്ട് അമ്പലത്തിനുള്ളിൽ ടെൻ്റ് അടിക്കാത്തതിൻ്റെ അവസ്ഥയായ. അപ്പോൾ ഞങ്ങളിവിടെ ചോദിച്ചപ്പോൾ പുള്ളി ആദ്യം സമ്മതിച്ചില്ല. പിന്നെ ഞങ്ങളിങ്ങനെ ബാഗൊക്കെ കാണിച്ചപ്പോൾ പുള്ളി പറഞ്ഞ് ടെൻ്റ് അടിച്ച് അതിൻ്റെ ഉള്ളിൽ കിടന്നു. പിന്നെ ഫുള്ള് കൊതുകാണ്, ശ്രദ്ധിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഞങ്ങൾ ഈ കിടക്കുന്നത് ഹെറിറ്റേജാണ്. എത്രയോ വർഷങ്ങൾക്ക് മുൻപ് ആൾക്കാർ പണിതൊരു സ്ഥലത്ത് വന്ന് ഇങ്ങനെ കിടക്കാൻ പറ്റുന്നത് ഭയങ്കര ഭാഗ്യം. ഇവിടെ ആർക്കാണെങ്കിലും കിടക്കാം. ഇതൊരു അമ്പലമായതുകൊണ്ട് തന്നെ വരുന്നവർ ക്ലീനായിട്ട് ഈ സ്ഥലവും കാര്യങ്ങളും നോക്കിയാൽ മാത്രം മതി. അപ്പോൾ ഞങ്ങൾ നാളെ ഇതിൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണിക്കാം. ഞങ്ങൾ കിടന്ന സ്ഥലത്തിൻ്റെ അത്യാവശ്യം കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് പുറത്ത്. അവരൊക്കെ വിശ്വാസങ്ങളായിട്ട് വന്നെയാണ്. ഒന്ന് കുളിക്കാനുള്ള പരിപാടി നോക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഒന്ന് കുളിക്കണം, പിന്നെ ഒന്ന് ഫ്രഷ് ആവണം, എന്നിട്ട് കിടന്നുറങ്ങണം. ഇന്നത്തെ പരിപാടി ഇതാണ്. ബാക്കി നാളത്തേക്ക് കാണിക്കാം.